IAS തലപ്പത്തെ അഴിച്ചുപണിയിൽ മന്ത്രിമാർക്ക് അതൃപ്തി. റവന്യൂ മന്ത്രി അറിയാതെയാണ് 6 ജില്ലാ കളക്ടർമാരെ മാറ്റിയത്. കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കിയത് വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിയാതെയെന്നാണ് വിവരം. എന്നാൽ നിയമന വിഷയത്തിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കാൻ തയ്യാറായില്ല. അത്തരം കാര്യങ്ങൾ അതൊക്കെ ഇന്നർ കാര്യങ്ങളാണ്, അകത്തുള്ള കാര്യങ്ങൾ. അത് മീഡിയേറ്റ് ചർച്ച ചെയ്യാൻ ഞാനുണ്ടാവില്ല. നമുക്ക് പൊതുവായ കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചോളൂ. കാരണം വെച്ചാൽ പുതിയൊരു ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇലക്ഷനിൽ ഗവൺമെൻറ് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളിൽ പിന്നെ അപ്പപ്പോൾ പ്രതികരണം എന്ന രീതി എനിക്കില്ല. വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ. ഇന്നലെയാണ് സംസ്ഥാനത്തെ ചില IAS ഉദ്യോഗസ്ഥരെ, ജില്ലാ കളക്ടർമാരെയൊക്കെ മാറ്റി നിയമിച്ചത്. ഈ നിയമനങ്ങളിൽ പലതും അതത് വകുപ്പിൻ്റെ ചുമതലകളുള്ളവർ അറിയുന്നില്ല. എന്തിന് റവന്യൂ മന്ത്രി പോലും ജില്ലാ കളക്ടർമാരുടെ മാറ്റം അറിഞ്ഞിട്ടില്ല എന്ന നിലയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാകട്ടെ ഇതൊക്കെ ഇന്നർ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് തൽക്കാലം ഒഴിയുകയാണ് ചെയ്തത്. ഏതായാലും നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ വിശദമായ എതിർപ്പ് ഉന്നയിക്കാനുള്ള സാധ്യത ഈ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ ഇടയില്ലേ അജ്മൽ ദിറാർ? സംസ്ഥാനത്ത് IAS തലപ്പത്തെ അഴിച്ചുപണിയിൽ മന്ത്രിമാർക്ക് അതൃപ്തി. റവന്യൂ മന്ത്രി ഈ ജില്ലാ കളക്ടർമാരുടെ സ്ഥലം മാറ്റ വിഷയം അറിഞ്ഞിട്ടില്ല. അതേസമയം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാകട്ടെ ഇതൊക്കെ ഇന്നർ കാര്യങ്ങളാണ്, അത് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. ഏതായാലും PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനും ഇതേക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല എന്നാണ്. വ്യവസായ വകുപ്പ് ഡയറക്ടറായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെയാണ് നിയമിച്ചിട്ടുള്ളത്. നേരത്തെ ADMൻ്റെ ആത്മഹത്യയുമായി ADMൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയനായിരുന്നു കണ്ണൂർ ജില്ലാ കളക്ടർ. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ ചേരുന്നു. അജ്മൽ ദിറാർ, മന്ത്രിസഭാ യോഗം നാളെ ചേരാനിരിക്കുകയാണ്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ ഇക്കാര്യത്തിലുള്ള എതിർപ്പ് അറിയിക്കാനുള്ള സാധ്യതയില്ലേ അജ്മൽ ദിറാർ? ദിലീപ് കുമാർ, UDF സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ സർക്കാരിനുള്ളിൽ ചെറിയ അനൈക്യങ്ങൾ രൂപപ്പെട്ടു എന്ന് തോന്നും വിധത്തിലാണ് ഈ IAS തലപ്പത്തെ അഴിച്ചുപണികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെയാണ് ഉന്നത IAS ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഉത്തരവിൽ 6 ജില്ലാ കളക്ടർമാരെയാണ് പല ജില്ലകളിലേക്കും പല വകുപ്പുകളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഈ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ആത്യന്തികമായി തീരുമാനമുണ്ടാവുക. പ്രത്യേകിച്ച് ഈ ജില്ലാ കളക്ടർമാരെ മാറ്റുക, അതോടൊപ്പം തന്നെ വകുപ്പ് ഡയറക്ടർമാരായി പുതിയ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരിക, ഇത്തരം വിഷയങ്ങളിൽ ആത്യന്തിക തീരുമാനങ്ങൾ എടുക്കുക എപ്പോഴും റവന്യൂ വകുപ്പാണ്. എന്നാൽ ഇന്നലത്തെ ഈ പറയുന്ന IAS തലപ്പത്തെ അഴിച്ചുപണിയിൽ റവന്യൂ വകുപ്പിന് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിൽ പ്രത്യേകിച്ച് ഈ വകുപ്പ് മന്ത്രി, പ്രത്യേകിച്ച് ഈ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറായി ഈ കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ കെ വിജയനെ കൊണ്ടുവന്നത് ഈ വ്യവസായ വകുപ്പ് മന്ത്രിയായ PK കുഞ്ഞാലിക്കുട്ടി പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. പ്രത്യേകിച്ച് ഈ അരുൺ കെ വിജയൻ, ഇപ്പോൾ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ മുമ്പ് PP ദിവ്യയുടെ വിഷയത്തിൽ അവിടെ ADM ആയിരുന്ന നവീൻ കുമാറിൻ്റെ അദ്ദേഹത്തിന് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരുപാട് വിവാദത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറാക്കി കൊണ്ടുവരുന്നതിൽ ഒരു ധാരണയും ഈ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾക്ക് മാധ്യമങ്ങളോട് തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇത് മുന്നണിക്കുള്ളിലെ ആഭ്യന്തര കാര്യങ്ങളാണ്, അതിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാണ്. എന്നാൽ പോലും നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉറപ്പായും ഈ വിഷയം ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് വകുപ്പ് മന്ത്രിമാർ അറിഞ്ഞു നടത്തേണ്ട കാര്യങ്ങളാണ്. സ്വാഭാവികമായും വകുപ്പ് മന്ത്രിമാരും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിനുള്ളിലെ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലെ ചെറിയ അനൈക്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ പുറത്തു വരുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നിലവിലുള്ള ദിലീപ് കുമാർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.